സ്കോളിയോസിസ് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണോ? സ്കോളിയോസിസ് പൂർണ്ണമായിട്ടും പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ന് പറയാൻ കഴിയില്ല എങ്കിലും സ്കോളിയോസിസിന് കാരണമാകുന്ന ചില ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ അത് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നവയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഹൈപ്പർ ഫ്ലെക്സിബിലിറ്റി, ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള ഒരു വഴക്കം, അയഞ്ഞ ശരീരപ്രകൃതി എന്ന് പറയുന്നത് സ്കോളിയോസിസിനെ വളരെയധികം കാരണമാകുന്ന ഒരു ശരീരപ്രകൃതിയാണ്. അപ്പോൾ ഈ ഒരു ശരീരപ്രകൃതി വളരെ പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ടാകാനിടയുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ അയഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളുകളിൽ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ, അതായത് സെക്കൻഡ് ഗ്രോത്ത് സ്പേർട്ടിൽ, ടീനേജിൽ ശരീരം പെട്ടെന്ന് നീളം വെക്കുന്ന ഒരു അവസ്ഥയിൽ മസിലുകൾക്ക് എല്ലുകളെ താങ്ങാനുള്ള ബലക്കുറവ് ഉണ്ടാകാനും അതുമൂലം വളവ് സംഭവിക്കാനുമുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ മുന്നുള്ള ഒരു തലമുറയിൽ ഹൈപ്പർ ഫ്ലെക്സിബിലിറ്റി ഉള്ള ആളുകളായാലും അവർക്ക് ശാരീരികമായിട്ടുള്ള അധ്വാനവും കളികളുമൊക്കെ അധികമായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ മസിൽസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്കോളിയോസിസ് സംഭവിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ തലമുറയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായിട്ടുള്ള ഘടകങ്ങൾ സ്കോളിയോസിസ് സംഭവിക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് എങ്കിലും ജീവിതശൈലി അതിനോട് ചേർന്ന് വരുമ്പോഴാണ്, മോശം ജീവിതശൈലിയുമായി ചേർന്ന് വരുമ്പോഴാണ് ഇത് കൂടുതൽ പ്രശ്നമാകാറുള്ളത്.